പ്രിയപ്പെട്ടവരെ, ജനം പ്രതീക്ഷിച്ചതോ ആഗ്രഹിക്കാഞ്ഞതോ ആയ 3 തെരഞ്ഞെടുപ്പുകളിൽ ബ്ലോക്ക് ബസ്റ്റർ അയക്കാവുന്ന പാലക്കാടൻ അംഗത്തിന്റെ കൊട്ടിക്കലാശം ഇന്ന് നടക്കുകയാണ്. ഇത്രയും വിവാദങ്ങളും ട്വിസ്റ്റ് നിറഞ്ഞ മറ്റൊരു തെരഞ്ഞെടുപ്പ് കേരളം അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. പത്തനംതിട്ടക്കാരനായ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൽ വിവാദമായെങ്കിലും പ്രചരണം അവസാനിക്കാറായപ്പോൾ പോലീസ് രാത്രി റെയ്ഡും പെട്ടി വിവാദവും സഹായമാവുകയും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും ജയിക്കുമെന്നുമുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുത്തു. സീറ്റ് കിട്ടാത്തതിനാൽ കോൺഗ്രസ് വിട്ട സരിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്രയും ക്ലോസ് ഫൈറ്റുള്ള മണ്ഡലത്തിൽ CPM ചിഹ്നമോ CPM സ്ഥാനാർത്ഥിയോ ഇല്ലാത്തതും സരിന്റെ അവസരവാദവും പക്വതയില്ലാത്ത സംസാരവും ഉറച്ച സഖാക്കളെ മടുപ്പിച്ചോ എന്ന് കാത്തിരുന്ന് കാണാം. പാലക്കാടുകാരനായ കൃഷ്ണകുമാർ BJPക്ക് വേണ്ടി ആദ്യ വിവാദങ്ങൾ ഒഴിച്ചാൽ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കിട്ടിയേക്കാം എന്ന പ്രതീതി ജനിപ്പിച്ചു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയത് BJPയോട് വിഘടിച്ചു നിന്നിരുന്ന സംഘടനാ സംവിധാനത്തെയും അണികളെയും ഒറ്റക്കെട്ടാക്കിയതും കടുത്ത പരാമർശങ്ങൾ നടത്തിയ സന്ദീപ് വാര്യർ ഫാക്ടർ കോൺഗ്രസിലും ലീഗിലും എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും കാത്തിരുന്ന് കാണാം. നേരിയ വോട്ട് വ്യത്യാസമുള്ള മണ്ഡലത്തിൽ ആദർശമില്ലാത്ത പാർട്ടി മാറ്റവും വഖഫ് വിവാദവും മുനമ്പവും ആരെ സഹായിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.